സോ ഇന്ന് നമ്മൾ ഫ്രാൻസിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്നാണ് എക്സാംസ് ഒക്കെ തീർന്ന് നമ്മളെല്ലാവരും ഫ്രീ ആയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ചെക്കൗട്ട് ചെയ്യാം. കം ഓൺ. എൻട്രി ചെയ്യുമ്പോ തന്നെ അവര് നമ്മളെ ചെക്കൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറ്റുന്ന ബാഗും. ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് അല്ലേ, അപ്പോൾ ബോഡിയൊക്കെ നല്ലോണം പേരെന്തായിരുന്നു ബാക്ക് ഡൗൺ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് വിടുന്നത്. സാൻഡ്വിച്ച് ആക്കി പക്ഷെ ലൈറ്റ് ഇല്ലല്ലോ ഇവിടെ. ഇതാണ് ക്രിസ്മസ് മാർക്കറ്റിന്റെ ഉൾവശം. നമ്മളിങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് കടകളുണ്ട്. എല്ലാരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ട് വൈൻ ട്രൈ ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങള് പക്ഷെ ഐ തിങ്ക് ഒരാൾ പറഞ്ഞു കൊള്ളാന്ന്, ഒരാൾ പറഞ്ഞു കൊള്ളില്ല. എന്ത് കഴിക്കുന്ന പോലെയാണെന്നായിരുന്നു പറഞ്ഞത്. മറ്റേ കഷായം കുടിക്കുന്ന പോലെ ആണെന്ന്. പിന്നെ പോകുമ്പോ ഒരു ഐ തിങ്ക് തണുപ്പൊക്കെ ആയതുകൊണ്ട് ചൂടായിട്ട് കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ. നോക്കാം എന്തായാലും. ബുക്ക് മാർക്കാ. ഓ മറ്റേ നമ്മള് പേജസ് ഇവിടെ ബുക്കിന്റെ അടുത്ത് വെച്ചേക്കുന്നേ. ഓക്കെ നൈസ് അല്ലേ. ചൂറോസ് എന്താണ്, ഞങ്ങളിത് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. നൈസാ. നമ്മുടെ നാട്ടിൽ മറ്റേ മുട്ടും പഴവും ഒക്കെ പിടിപ്പിച്ച മാലയ്ക്ക് ഇവിടെ 30 യൂറോ. ആർക്ക് വേണോ ഇതൊക്കെ? ഇവരൊക്കെ പക്ഷെ മേടിക്കും കേട്ടാ. അതുകൊണ്ട് ഒരു അമ്മൂമ്മ നോക്കുന്നുണ്ടല്ലേ. ചോക്ലേറ്റ് എന്തു പാടി കേക്ക് മാറുതി. ഐ തിങ്ക് ഇത് മറ്റേ ഇതൊക്കെയാണ് ഈ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ചന്ദനത്തിരിയും. ഇതാ നമ്മളുടെ ഗണപതി. കാര്യകർമ്മങ്ങൾ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ചിക്കൻ ഷോപ്പാണ് ഇവിടുത്തെ മെനു. മാനുണ്ട്, മുള്ളമ്പന്നി അല്ല പന്നി, സോറി കാട്ടുപന്നി ഉണ്ട്, എല്ലാം ഉണ്ട്, താറാവുണ്ട്, എല്ലാം ഉണ്ട്. എന്തോ ആയുർവേദ ഷോപ്പ്. ഇത് മറ്റേ സോപ്പും മറ്റേ ലോഷനൊക്കെ. അഗെയിൻ നമ്മൾ എത്തിയിരിക്കുന്നു ഒരു ജ്വല്ലറി ഷോപ്പിന്റെ ഫ്രണ്ടിൽ. ഇവിടെ ലൈറ്റ് സാൻഡ്വിച്ച് അഗെയിൻ സാൻഡ്വിച്ച്. നമ്മൾ ഫൈനലി നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോക്ലേറ്റ് സ്ട്രോബെറി. നമ്മൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുള്ളവരെ ചോദിച്ചപ്പം ഇതിവിടെ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിട്ട് ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ട്രൈ ചെയ്യാം. ചോക്ലേറ്റ് എനിക്കൊന്ന് ന്യൂട്ടലും ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, മറ്റേ ഡയറി അവർ ബനാന മേടിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ബനാന കുറച്ച് കഴിഞ്ഞേ കിട്ടുള്ളൂ. സ്ട്രോബെറി കൊടുക്കാൻ പോയാണ്. പൊളിച്ച് ചാവണേ.
എനിക്ക് മാത്രം ബനാന കഴിച്ചു. ബനാന കഴിച്ചോ. നമുക്ക് ബനാന ചോക്ലേറ്റിൽ മുക്കി കഴിച്ചു നോക്കാതെ. ബനാന ആയിട്ട് നല്ലത്. സ്ട്രോബെറി അറ്റത്താകുമ്പോഴേക്കും ഒരു ചെറിയൊരു പുളിപ്പ് വരുന്നുണ്ട്. കൊള്ളാം. യൂറോസിന് വേർത്തിട്ടാണോ? 7 യൂറോയുടെ സാധനമാണ് നമ്മൾ ഈ ചെറിയ ഗ്ലാസ്സിൽ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആകെപ്പാട് 2 സ്ട്രോബെറി 2 പഴവേ ഉള്ളു. അതെ, ചോക്ലേറ്റ് ഒക്കെ നക്കി കഴിക്കാൻ പോലെ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഒക്കെ കഴിച്ചിട്ട് ബാക്കി മാർക്കറ്റ് കാണാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 7 യൂറോ വളരെ ധൈര്യമായി പൊട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. പക്ഷെ വേറെ കുറേ ഇവിടെ നമുക്ക് ആൾക്കാർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒത്തിരി നല്ല ക്യൂട്ട് തിങ്സ്, നല്ല സ്കാർഫ്സും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ കുഞ്ഞു നെക്ലസ്, മാല, പിന്നെ വാച്ച് വന്നിട്ട് വേറെ സാധനങ്ങളൊക്കെ, പൈസയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പൈസ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെസ്റ്റാണ്. പൈസ ഉള്ളവർക്ക് എല്ലാം പുറത്താണല്ലോ അല്ലേലും. ചോക്ലേറ്റിന്റെ എന്താ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റില്ല ഒരു യൂട്യൂബിലെ എന്നെ കാണിക്കും, ഞാൻ ഒരു യൂട്യൂബിൽ ഒരു പെണ്ണ് മറ്റേ മുട്ടത്തലയൊക്കെ ഉള്ള പിരിവൊന്നും ഇല്ലാത്ത മറ്റേ ചോക്ലേറ്റ് മാത്രം ഇങ്ങനെ കടിച്ച് കഴിക്കില്ലേ. പല ഐസ്ക്രീം ആയിരിക്കും, അത് മാംഗോ ഫ്ലേവർ ആയിരിക്കും, വീട് കുഞ്ഞു വീട് അങ്ങനെയൊക്കെ നീ കണ്ടിട്ടില്ലേ? അതുപോലത്തെ സാധനമാണെന്നാ തോന്നുന്നു. ഐ തിങ്ക് ഈ ഫ്രഞ്ചുകാർക്ക് എല്ലാം ഒന്ന് അവർക്ക് ചോക്ലേറ്റിൽ കവർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. അതും ഇതും കോക്കനട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോക്കനട്ട് ആൻഡ് കവേർഡ് ഇൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചോക്ലേറ്റ്. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായില്ല. അത് പുകയല്ല, എന്തോ വേവിക്കുന്നല്ലേ. മറ്റേ ചൂറോസ് ഫ്രൈ എന്ന്. ഞങ്ങൾക്കൊരു വൈൻ നമ്മുടെ വീഡിയോക്ക് വേണ്ടി മേടിക്കാൻ പോവുകയാണ് ഗായ്സ്. എനിക്ക് ചെങ്ങനെ വീഡിയോ എടുക്കാനല്ല, വൈൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഹോട്ട് വൈൻ. ഹോട്ട് ചോക്ലേറ്റ് വൈൻ ഉണ്ടോ? ഇല്ല, അത് വൈനല്ല, ജസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ്. ആർച്ച ട്രഡീഷണൽ ചൂട് ഹോട്ട് വൈനാണ്. അർച്ച പൊള്ളാതെ കുടിക്കണേ. നമ്മളിവിടെ താണ്ട് നോക്കും. ഡിഫറെന്റ് കൈൻഡ് ഓഫ് വൈനാണ്. അങ്ങനെ അർച്ച വളരെ കാശ് പൊട്ടിക്കുകയാണ് ഗൈസ് നമ്മൾക്ക് വേണ്ടി. മണം ഉണ്ടല്ലേ, സിനമന്റെ മണം. കൊള്ളത്തില്ലെങ്കിലും നല്ല എക്സ്പ്രഷൻ ഇടാവല്ലേ. നമുക്കൊരു പ്രത്യേക അല്ലല്ലോ. അപ്പൊ പിന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ്റെ ആർച്ച മേടിച്ചു. പക്ഷെ അവൾക്കത് നമ്മുടെ നാട്ടിൽ കഷായം കുടിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ പൈസ കൊടുത്ത് മേടിച്ചു. പക്ഷെ അത് ഹെൽത്ത് നല്ലതല്ലേ ഹോട്ട് വൈൻ? ഇവിടെ എല്ലാവരും കാലത്തായാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും വൈൻ കുടിക്കുന്നുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നല്ലതായിരിക്കാം. കൊള്ളാല്ലേ? നമ്മളെ ഇത് ഹാൻഡ് മെയ്ഡ് പോലത്തെ ആയിരിക്കും അല്ലേ? എംബ്രോയിഡറി. 29 യൂറോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. കുഞ്ഞു കൊക്ക് എനിക്ക് ഭയങ്കര വിലയായിരിക്കും അല്ലേ? പക്ഷെ ആയിരിക്കണം. ഐ തിങ്ക് ഇത് ഹാൻഡ് മെയ്ഡ് ആണോ? നമ്മള് എക്സാക്ട്ലി ക്രിസ്മസ് മാർക്കറ്റിൽ വന്നൊരു ഫീല്. ഇത് ഫുള്ള് ക്രിസ്മസ് സാധനങ്ങളായിട്ട് ഭംഗിയാന്നറിയോ?
നല്ല റേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് വേർത്താണ്. അതിന്റെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു വിഗ്രഹം ക്രിസ്മസ് അപ്പൂപ്പൻ വിത്ത് മാന് റെയിൻഡിയർ. റെയിൻഡിയർ ക്രിസ്മസ് അപ്പൂപ്പൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി 3 റെയിൻഡിയർ അല്ലേ? 3 പേരുണ്ട്, പക്ഷെ ഇവിടെ ഒരാൾ. നമ്മള് ഫൈനലി ഒരു ഫുൾ റൗണ്ട് ചെയ്തിട്ട് വന്നു. നൈസായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ട് അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിക്കുകയും പിള്ളേരൊക്കെ ആയിട്ട് വരികയും നിറയെ പട്ടികളും എല്ലാം ഉണ്ട്. കൊള്ളാം, നൈസായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ഓൾമോസ്റ്റ് ഉത്സവം, പക്ഷെ ആ നമ്മുടെ നാട്ടിലെ ഉത്സവത്തെ പോലെ അത്ര ഒച്ചയും അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കാമാൻ കോയ നല്ല പാട്ട്, ക്രിസ്മസ് പാട്ടൊക്കെ പ്ലേ ചെയ്യുവാണ്, അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. ഇത് ഐ തിങ്ക് 28th വരെ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺഡ് ആണ്. 8 മണിക്ക് എന്തോ ക്ലോസ് ചെയ്യും തോന്നുന്നു. കാലത്ത് എപ്പോഴും ഓപ്പണിംഗ് അറിയില്ല. 8 മണിക്ക് എന്തോ ക്ലോസ് ചെയ്യും. നൈറ്റ് കാണാനാണ് ഭയങ്കര ഭംഗി, കാരണം ലൈറ്റ്സും ഒക്കെ ആയിട്ട് കാണാൻ. ആക്ച്വലി ഇവിടെ മാത്രമല്ല, ഇവിടെ ഫുള്ള് അവർ നമ്മൾ സിറ്റി സെന്ററിലൊക്കെ പോകുമ്പോഴും ഫുള്ളായിട്ട് അവർ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിനെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടുമല്ലോ എപ്പോഴൊക്കെ. ഇപ്പൊ 4 മണി കഴിയുമ്പോഴേ രാത്രിയാവും. അതുകൊണ്ട് നേരത്തെ തന്നെ വന്നാൽ നമുക്ക് എല്ലാം കുറെ കണ്ട് പൈസ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ട്രൈ ഒക്കെ ചെയ്ത് കഴിച്ചിട്ടൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് പോവാം. പുതിയ പുതിയ ഫുഡ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടൊന്നും ഇല്ലാത്ത ഫുഡൊക്കെ, കനേഡിയൻ ഷോപ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് തരത്തിലുള്ള ആൽക്കഹോൾ ഉണ്ട്. ഇപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. പിന്നെ മോസ്റ്റ്ലി സ്വീറ്റ്സ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു സ്വീറ്റ് ടൂത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ്സും ഇതും എല്ലാത്തിലും കുറച്ച് ചോക്ലേറ്റിനകത്ത് തേങ്ങ, ചോക്ലേറ്റിനകത്ത് ഫ്രൂട്ട്സ്, ചോക്ലേറ്റിനകത്ത് അത് അങ്ങനെ ഡിഫറെന്റ് ഇവിടുത്തെ. ചിലതൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ വേറെ ഒന്നും ട്രൈ ചെയ്തില്ല. സ്ട്രോബെറിയും പിന്നെ അർച്ച വൈൻ വാങ്ങി. അത് ഞങ്ങൾ ഇച്ചിരി ട്രൈ ചെയ്തു, പക്ഷെ അത് കഷായത്തിന്റെ പോലത്തെ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നൈസായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.